പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ഹാലൻഡും ബ്രസീൽ ഡിഫൻഡർ ഗബ്രിയേലും തമ്മിൽ തുടങ്ങിയ വ്യക്തിപരമായ ശത്രുതയുടെ ക്ലൈമാക്സ് കൂടിയായിരുന്നു ഇന്നത്തെ ഫിഫ വേൾഡ് കപ്പിലെ മത്സരം. 2024 സെപ്റ്റംബറിലെ മത്സരത്തിൽ ഗബ്രിയേലിന്റെ തലയിലേക്ക് ഹാലൻഡ് പന്തെറിഞ്ഞത് മുതൽ തുടങ്ങിയതാണ് പക. പിന്നീട് ഗബ്രിയേൽ ഹാലൻഡിന്റെ മുഖത്തു നോക്കി അലറിയും ഫ്ലോറിഡയുടെ പാട്ടുവെച്ച് ഇൻസ്റ്റഗ്രാമിൽ ട്രോളിയും പ്രതികാരം വീട്ടാൻ നോക്കിയിരുന്നു. എന്നാൽ ലോകകപ്പിന്റെ ഏറ്റവും വലിയ വേദിയിൽ ഗബ്രിയേലിനെ സാക്ഷി നിർത്തി തന്നെ ഹാലൻഡ് തന്റെ മധുരപ്രതികാരം വീട്ടി. ബ്രസീൽ പ്രതിരോധത്തിന്റെ കോട്ടയായ ഗബ്രിയേലിനെ നിഷ്പ്രഭമാക്കിയാണ് ഹാലൻഡ് നോർവേയുടെ വിജയശില്പിയായത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ശത്രുതയുടെ ആഗോള പോരാട്ടത്തിൽ ആഴ്സണൽ പ്രതിരോധ താരം ഗബ്രിയേലിനെയും 5 വട്ടത്തെ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെയും തളച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ മെഷീൻ എർലിംഗ് ഹാലൻഡ് അക്ഷരാർത്ഥത്തിൽ അടിച്ചു കയറുകയായിരുന്നു. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ മറികടന്നാണ് നോർവേ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ഹാലൻഡിന്റെ ഇരട്ട ഗോൾ പ്രകടനത്തിന് മുന്നിൽ കാർലോ അൻസലോട്ടിയുടെ ബ്രസീൽ പടയ്ക്ക് മറുപടിയില്ലായിരുന്നു. ഈ തോൽവിയോടെ ഫുട്ബോൾ ചരിത്രത്തിൽ ബ്രസീൽ നിന്നേ വരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക രാജ്യമെന്ന നോർവേയുടെ റെക്കോർഡ് കൂടുതൽ ശക്തമായി. ഇരു ടീമുകളും നേർക്കുനേർ വന്ന 5 മത്സരങ്ങളിൽ 3ലും നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായി. കാനറിപ്പടയ്ക്ക് നോർവേ ഇപ്പോഴും ഒരു കടുത്ത വെല്ലുവിളിയായി തുടരുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ആവേശകരമായ വ്യക്തിഗത വൈര്യത്തിന് എങ്ങനെയാണ് തുടക്കമായതെന്നൊരു ചോദ്യമുണ്ട്. അതിനായി നമ്മൾ 2024 സെപ്റ്റംബർ 22 തിരിഞ്ഞു നോക്കണം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ നടന്ന ആവേശം നിറഞ്ഞ മത്സരം 2 കളിക്കാർക്കപ്പുറം ഒരു യുദ്ധമായി മാറിയത് അന്നാണ്. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലിയാൻഡ്രോ ട്രൊസാർഡ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ 10 പേരുമായാണ് ആഴ്സണൽ പൊരുതിയത്. എത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഗണ്ണേഴ്സ് ചരിത്ര വിജയം ഉറപ്പിച്ചിരിക്കെ മത്സരത്തിന്റെ 98-ാം മിനിറ്റിൽ ജോൺ സ്റ്റോൺസ് സിറ്റിക്കായി സമനില ഗോൾ നേടി. ഈ ഗോളിന് പിന്നാലെ ഉണ്ടായ നാടകീയ രംഗങ്ങളാണ് വലിയൊരു ശത്രുതയ്ക്ക് തിരികൊളുത്തിയത്. വലയിലായ പന്തെടുക്കാൻ ഓടിയെത്തിയ എർലിംഗ് ഹാലൻഡ് നിരാശയോടെ ജേഴ്സി കൊണ്ട് മുഖം മൂടി നിന്ന ആഴ്സണൽ പ്രതിരോധ താരം ഗബ്രിയേലിന്റെ തലയുടെ പിൻഭാഗത്തേക്ക് പന്ത് ശക്തമായി എറിഞ്ഞു. ഗബ്രിയേൽ ആ അപമാനം മറന്നില്ല. കളിക്ക് ശേഷം ആഴ്സണൽ പരിശീലകൻ മിഖേൽ ആർറ്റെറ്റയോട് വിനയം പുലർത്തുവെന്ന് ഹാലൻഡ് 2 തവണ ആവർത്തിച്ചതും തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി. മൈതാനത്ത് നടക്കുന്നത് അവിടെ തന്നെ അവസാനിക്കും, ഇതൊരു യുദ്ധമാണ്, പ്രകോപനങ്ങൾ അതിന്റെ ഭാഗമാണെന്നായിരുന്നു ഹാലൻഡിന്റെ പിൽക്കാല വിശദീകരണം. എന്നാൽ 2025 ഫെബ്രുവരിയിൽ ആഴ്സണൽ സിറ്റിയെ 1-5 ഗോളുകൾക്ക് തകർത്തപ്പോൾ ഗബ്രിയേൽ മധുര പ്രതികാരം വീട്ടി. ഗോൾ നേടിയതിന് പിന്നാലെ ഹാലൻഡിന്റെ മുഖത്ത് നോക്കി ഗബ്രിയേൽ ആക്രോശിച്ചു. അവന്റെ തലയിലേക്ക് പന്തെറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അവനെ പ്രകോപിപ്പിക്കുക തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് മത്സരശേഷം ഗബ്രിയേൽ തുറന്നു പറയുകയും ചെയ്തു. ഇരുവർക്കുമിടയിലെ പക പിന്നീട് സംഗീതാത്മകമായ ഒരു ട്രോളിലേക്കാണ് വഴിമാറിയത്. 2025 ഏപ്രിലിൽ ആഴ്സണലിനെതിരെ ജയിച്ചപ്പോൾ ഫ്ലോറിഡയുടെ ഗുഡ് ഫീലിംഗ് എന്ന പ്രശസ്തമായ പാട്ടിലെ വരികൾ TV ക്യാമറയ്ക്ക് മുന്നിൽ പാടിയാണ് ഹാലൻഡ് വിജയം ആഘോഷിച്ചത്. ആ മത്സരത്തിനിടയിൽ ഹാലൻഡിനെ തലകൊണ്ടിടിക്കാൻ ശ്രമിച്ച ഗബ്രിയേൽ ചുവപ്പ് കാർഡിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മെയ് മാസത്തിൽ 24 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആഴ്സണൽ പ്രീമിയർ ലീഗ് കിരീടം ചൂടിയപ്പോൾ ഗബ്രിയേൽ തിരിച്ചടിച്ചു. ഹാലൻഡ് ക്യാമറയ്ക്ക് മുന്നിൽ പാടിയ അതേ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തി നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് ബ്രസീലിയൻ താരം പ്രതികാരം പൂർത്തിയാക്കിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ ചോരപ്പകയുടെ പുതിയ അധ്യായത്തിനാണ് ലോകകപ്പിന്റെ വലിയ വേദിയിൽ ഹാലൻഡ് പകരം വീട്ടുന്നത്.